പാസ്റ്റർ ജോബി ഹാൽവിൻ തിരുവനന്തപുരം ജില്ലയിൽ ക്രിസ്തീയ മാതാപിതാക്കളുടെ മകനായി ജനിച്ചു വളർന്ന ഇദ്ദേഹം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി സുവിശേഷ വേലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ലൗകികവും ദൈവശാസ്ത്രപരവുമായ വിദ്യാഭ്യാസം നേടിയ ശേഷം ബൈബിൾ കോളേജുകളിലും ശുശ്രൂഷാ രംഗത്തും അധ്യാപകനായും പ്രസംഗകനായും എഴുത്തുകാരനായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. വചനാധിഷ്ഠിതമായ ബോധവൽക്കരണങ്ങളിലൂടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. ഇതാണ് ഇന്നത്തെ ആത്മീയ രേഖകൾ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. കുഞ്ഞിലെ തന്നെ സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിക്കുവാനുമൊക്കെ കർത്താവ് അവസരം നൽകി. മറ്റു ജോലികൾക്കൊന്നും തിരക്കുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ വേലയ്ക്കായി ഒരു വിളി ഉണ്ടാവുകയും തൽഫലമായി പുനലൂരിലുള്ള ബഥേൽ ബൈബിൾ കോളേജിൽ പഠനത്തിനായി പോകുവാനും കർത്താവ് അവസരം നൽകി. അതിനുശേഷം ബാംഗ്ലൂരിൽ ഉപരിപഠനത്തിന് പോയി. ഉടനെ തന്നെ സുവിശേഷ വേലയിലേക്ക് വ്യാപൃതനാകുവാൻ കർത്താവ് അവസരം നൽകി. വ്യത്യസ്ത ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുവാനും ദീർഘനാളുകൾ ഒരു ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുവാനും കർത്താവ് അവസരം നൽകി. അതോടൊപ്പം തന്നെ കൺവെൻഷൻ പ്രസംഗ മേഖലയിൽ പ്രവേശിക്കുവാൻ കർത്താവ് വഴിയൊരുക്കി നൽകി. അങ്ങനെ ഏറെക്കുറെ 4 നൂറ്റാണ്ടോളം വ്യത്യസ്ത ശുശ്രൂഷകളിൽ ആയിരിക്കാൻ കർത്താവ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ കോളേജിലെ പഠനാനന്തരം സുവിശേഷ വേലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹിതനാകുവാൻ അവസരം ലഭിച്ചു. ജോളിയാണ് എൻ്റെ ഭാര്യ. 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്ത മകൾ മെഡിസിൻ പഠിക്കുന്നു, ഇളയാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുന്ന സമയം ഏതൊരു ബൈബിൾ കോളേജിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയിലേക്ക് ആദ്യം ഇറങ്ങുന്ന ആളിൻ്റെയും ഉള്ളിലുണ്ടാകുന്ന ഒരാഗ്രഹമാണ് ശുശ്രൂഷയിൽ ഏത് തലത്തിൽ പോകണം എന്നുള്ളത്. ചിലർക്ക് പ്രവാചകനാകണം എന്നുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പ്രസംഗകനാകണം എന്നുള്ളതായിരിക്കും ഇഷ്ടം. അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ശുശ്രൂഷകളിൽ വ്യാപൃതനാകുവാൻ ഏറെക്കുറെ എല്ലാവർക്കും ഉള്ളിലൊരു ആഗ്രഹമുണ്ടാകും. ഏതെങ്കിലും ഒരു കൃപാവരം എന്നിൽ ജ്വലിച്ചാൽ കൊള്ളാം എന്നൊരു താല്പര്യം മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പുനലൂരിലേക്ക് ബസ്സിൽ പോകുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആഗ്രഹമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആഴം എന്താണെന്ന് ഗ്രഹിച്ചാൽ കൊള്ളാം, അത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരാഗ്രഹം. എനിക്കിന്നെന്ന പോലെ ഓർമ്മയുണ്ട്. ഞാൻ ബസ്സിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യുന്നതും എൻ്റെ ഉള്ളിൽ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ വിശദീകരണം ലഭ്യമായാൽ കൊള്ളാം, അതിൻ്റെ ആഴം എന്താണെന്ന് ഗ്രഹിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു തോന്നൽ. ആ തോന്നൽ എങ്ങനെ ഉണ്ടായി എന്നൊന്നും എനിക്കറിയില്ല. അതിനു മുമ്പ് എനിക്ക് ആ പുസ്തകത്തോട് അത്ര വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ സ്കൂൾ പഠനകാലത്തോ അങ്ങനെ ഒരു കാലഘട്ടത്തിലും അത്തരത്തിലെനിക്കൊരു താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ആ യാത്രയിൽ എൻ്റെ ഉള്ളിൽ എവിടെ നിന്നോ ഇങ്ങനൊരു ചിന്ത കയറി വന്നു. അത് പിൽക്കാലത്ത് കർത്താവ് കണക്ക് കൂട്ടി വച്ചിരുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. കോളേജ് വിദ്യാഭ്യാസാനന്തരം എനിക്ക് വെളിപ്പാട് പുസ്തക പഠനത്തിലേക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവസരമുണ്ടായി. ദീർഘനാളുകൾ ഞാൻ ഓരോ ചർച്ചിലും ആഴ്ചയിൽ ഓരോ ദിവസം വെച്ച് പഠിപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു ചർച്ചിൽ പഠിപ്പിച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയിലും മറ്റൊരു ചർച്ചിൽ, അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായി വന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ബൈബിൾ ചാർട്ട് എനിക്ക് വേണം എന്നൊരു ആവശ്യം വരുന്നത്. അങ്ങനെയാണ് തിരുവല്ലയിലുള്ള പാസ്റ്റർ അതിരൂപൻ അവർകളെ പരിചയപ്പെടുവാൻ അവസരമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ചാർട്ട്, വളരെ മനോഹരമായൊരു ചാർട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ പകൽ സമയങ്ങളിൽ ഭവനങ്ങളിൽ പോയി ക്ലാസ് എടുക്കുക, അവിടെ ജനാലകളിൽ ഈ ചാർട്ട് തൂക്കി കുറേശ്ശെ ഇങ്ങനെ നീക്കി വെച്ച് അവിടെ കൂടി വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ രാത്രികളിൽ ചർച്ചുകൾക്കകത്ത് ചെന്ന് ഒരു വലിയ മാസിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുക. അങ്ങനെയും ഒരു അവസരം കർത്താവ് എനിക്ക് നൽകിയിരുന്നു. എല്ലായിടത്തും വചനം പഠിപ്പിച്ചു വരുന്ന അവസരത്തിൽ പേയാടുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ പാസ്റ്റർ ബെനറ്റ് അവർകൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഞാൻ അവിടെ ക്ലാസ് എടുക്കുകയാണ്.
എനിക്ക് തോന്നുന്നു അക്കാലഘട്ടത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിൽ കുറച്ചധികം ആളും കുറച്ചധികം പേര് ആക്റ്റീവായി പങ്കെടുക്കുന്നതും ഒക്കെ പേയാടുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ്. അവിടെ ക്ലാസ്സുകൾ ഏറെക്കുറെ അവസാനിക്കുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം മാത്രമല്ല പിന്നീട് ഞാൻ പഠിപ്പിക്കുന്നത് നിത്യത മുതൽ നിത്യത വരെ എന്നൊരു ടോപ്പിക് അടിസ്ഥാനപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ ഒടുവിൽ വരെ കർത്താവ് എനിക്കത് ഒരു ത്രെഡിൽ ചേർത്ത മുത്തുമാലകൾ പോലെ വളരെ മനോഹരമായി മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ് ഞാനതിൽ മനസ്സിലാക്കുന്ന ഒരത്ഭുതം. ഞാനത് വായിച്ച് പഠിച്ച് ഗ്രഹിച്ചതൊന്നുമല്ല, കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ കോളേജിലേക്ക് പോകുന്ന പോക്കിന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം പോലെ ദൈവം എനിക്കത് മനസ്സിലാക്കി തന്നതാണ്. പിൽക്കാലത്ത് ഞാൻ മറ്റുതര പുസ്തകങ്ങൾ വായിച്ചും ഗ്രഹിച്ചും കർത്താവ് എനിക്ക് കാണിച്ചു തന്ന ആ കാര്യം അതങ്ങനെ തന്നെ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ പഠനത്തിലേക്ക് കടക്കുന്നത്. ആ സമയത്താണ് എനിക്ക് ആ ചാർട്ട് ലഭ്യമാകുന്നത്. ഇതെല്ലാം ഏറെക്കുറെ ഒരുമിച്ച് വരുന്നൊരു ഘട്ടത്തിലാണ്. അങ്ങനെ എനിക്ക് ചാർട്ട് ലഭ്യമായി. കർത്താവ് കാണിച്ചു തന്ന ആ ഒരു സിൽവർ ത്രെഡ് എനിക്ക് ഭംഗിയായി ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. പിന്നീട് എനിക്ക് മറ്റ് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങളും ഡിസ്പെൻസേഷണൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ വായിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അവകളിൽ ചിലത് മാറിയും മറിഞ്ഞും ഒക്കെ എനിക്ക് ഗ്രഹിക്കുവാനും വിശുദ്ധ വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കി അതിനെ കൃത്യമായി ചിട്ടപ്പെടുത്തുവാനും അങ്ങനെ തന്നെ പഠിപ്പിക്കുവാനും അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അങ്ങനെ പഠിപ്പിച്ചു വന്നതുകൊണ്ട് തന്നെ പാസ്റ്റർ ബെനറ്റ് അവറുകളും കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ചേർന്ന് എന്നോട് അവർക്കൊരു നോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനങ്ങനെ നോട്ട് കൊടുക്കുന്ന ശീലം എനിക്കില്ല. ക്ലാസ്സുകൾ ഓരോ ദിവസവും ഉള്ളത് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകും, ആവശ്യമുള്ളവർ എഴുതും. പക്ഷേ പിൽക്കാലത്ത് അവർക്കതൊരു നോട്ടായി തന്നെ വേണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അവർക്ക് നോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ എഴുത്താരംഭിക്കുന്നത്. അല്ലാതെ ഞാനൊരു എഴുത്തുകാരനല്ല, അങ്ങനെ എഴുതുന്നൊരു ശീലവും എനിക്കില്ല. വായന പണ്ടേ എനിക്ക് ശീലമുണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴും അധിക സമയം ഞാൻ ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് കൂടുതലായി പുസ്തകങ്ങളോടാണ് താല്പര്യം. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും പുസ്തക വായനയായിരുന്നു. പിന്നീട് എൻ്റെ ശീലം വായനയിലേക്ക് മാറി. എഴുത്തെനിക്കൊരു ശീലമായിരുന്നില്ല, താല്പര്യവും വാസ്തവത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ നിർബന്ധപ്രകാരം അവർക്ക് നോട്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എഴുതാൻ ആരംഭിക്കുന്നത്. പക്ഷേ ആ എഴുത്ത് പുരോഗമിച്ച് വരുമ്പോൾ ഞാൻ ചിലർക്കെങ്കിലും കുറേശ്ശെ അതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തു. ഇങ്ങനെയാണ് എൻ്റെ നോട്ട് എന്ന നിലയിൽ കൊടുക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് നോട്ടായി കുറേശ്ശെ തരുന്നതിനേക്കാൾ നല്ലത് പുസ്തക രൂപത്തിൽ ഇറക്കുന്നതാണ്. അങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം ഉണ്ടാവുകയും പുസ്തകം എന്ന നിലയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. വളരെ ജനത്തിന് ഇഷ്ടമായ ഒരു രീതിയിലേക്ക് അത് മാറുകയാണ്. ആദ്യ പതിപ്പ് വളരെ വേഗത്തിൽ തന്നെ വിറ്റുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചിരുന്നു, ഞാൻ ഈ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൺവെൻഷൻ പ്രസംഗക മേഖലയിലേക്ക് കയറിയ ആളാണ്. അങ്ങനെ കൺവെൻഷൻ സ്റ്റേജുകളിലും ഞാൻ വെളിപ്പാട് പുസ്തകം തന്നെ പ്രധാനമായി പ്രസംഗിക്കുന്നത് കൊണ്ട് ആൾക്കാർ ഈ പുസ്തകങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കുവാനും അടുത്ത പതിപ്പുകൾ പിന്നെ ഇറക്കേണ്ടതായും വന്നു. അങ്ങനെ ഇപ്പോൾ 6ാമത്തെ പതിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ പുസ്തകവും അതിനോടൊരുമിച്ച് എൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പഠിപ്പിക്കലും ഒരുമിച്ചാണ് പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് ഈ പുസ്തകം എഴുതുവാനുണ്ടായ വാസ്തവത്തിലെ സാഹചര്യം. പിന്നീട് പുസ്തകം കുറച്ചുകൂടി വിശാലമാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് 6ാം പതിപ്പിലേക്ക് അത് വരുന്നത്. അങ്ങനെ ഞാൻ ചർച്ചകളിൽ ക്ലാസ്സുകൾ എടുക്കുകയും അതിനോടൊപ്പം ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുകയും ചെയ്തു പോയിരുന്ന കാലമാണ് ഒരു കാലം. ഞാനത് നേരത്തെ തന്നെ ഓർപ്പിച്ചിരുന്നു. അങ്ങനെ ക്ലാസ്സുകളെടുത്ത് പോകുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് കൺവെൻഷൻ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ഒരവസരം ലഭ്യമാകുന്നത്. ഒരു ദൈവദാസൻ വരാൻ കഴിയാതെ വരികയും അന്നവിടെ നിർബന്ധമായും ഒരാൾ ചെന്നേ പറ്റൂ എന്നുള്ളൊരവസരം ഉണ്ടാവുകയും ചെല്ലുകയും അങ്ങനെ അവർ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി കൺവെൻഷനിലേക്ക് ചെല്ലുന്നത്. ആദ്യത്തെ കൺവെൻഷന് ചെന്നതിന് ശേഷം നാളിതുവരെയും ആ ബുക്കിംഗ് അവസാനിക്കുന്നില്ല. പ്രസംഗിക്കുവാനുള്ള അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ സിംഗിൾ ഡേ ചെന്ന് പ്രസംഗിക്കുന്നതിന് പകരം ഞാൻ ഈ വെളിപ്പാട് പുസ്തകം തന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി ആൾക്കാർ ക്ഷണിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ കൂടുതൽ ദിവസങ്ങളിലേക്ക് അത് വ്യാപിക്കുവാനും തുടങ്ങി. ചാർട്ട് ഉപയോഗിച്ച് ക്ലാസ്സുകൾ എടുത്ത് വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പ്രസംഗിക്കുവാൻ പോകാനുള്ള ക്ഷണമുണ്ടാകുന്നത്. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ പോയി ക്ലാസ്സുകളെടുത്ത് വരുന്ന അവസരത്തിലാണ് എൻ്റെ കയ്യിൽ ഇസ്രായേലിനെക്കുറിച്ച് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവകളെല്ലാം ഞാൻ ലാപ്ടോപ്പിൽ വെച്ചിട്ട് ക്ലാസ്സിനിടയിൽ ഇവകൾ പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ
അവിടെയുള്ള സഹോദരന്മാരാണ് ആദ്യമായി പ്രൊജക്ടർ വെച്ച് ഈ ഫോട്ടോസ് പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കാണിക്കുവാനായിട്ട് ഒരവസരം ഉണ്ടാക്കി തന്നത്. അതുവരെ ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലെ വിഷയങ്ങളും ഇസ്രായേലിൻ്റെ ചരിത്രം സംസാരിച്ച് വരുമ്പോൾ ഇസ്രായേൽ അനുഭവിച്ച വ്യഥകളെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എനിക്ക് കിട്ടി. പക്ഷേ അത് ആൾക്കാർക്ക് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവരെനിക്ക് പ്രൊജക്ടർ സൗകര്യം ഒരുക്കി തന്നു. അങ്ങനെ ആ പ്രസംഗത്തിനിടയിൽ കുറച്ച് ഭാഗം ഈ പ്രൊജക്ടറിലൂടെ കാണിക്കുമ്പോൾ ആൾക്കാർക്കത് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അതുവരെ ഞാൻ ചാർട്ട് ഉപയോഗിച്ചാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് ലാപ്ടോപ്പ് ഉപയോഗിച്ചിരുന്നു എങ്കിൽ പോലും ഈ പിക്ചർ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് മറ്റൊരു ഡിവൈസ് ഒന്നുമില്ല. ലാപ്ടോപ്പിൽ ചെറുതായിട്ട് കാണാം, കാരണം എൻ്റെ കൂട്ടായ്മക്കാർ കുറച്ചാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഞാൻ പോകുന്ന സമയത്ത് അവരെനിക്ക് പ്രൊജക്ടർ ഉപയോഗിക്കുവാൻ വേണ്ടി തന്നപ്പോഴാണ് അതിൻ്റെ ഉപയോഗവും സാധ്യതകളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അവസരം വന്നത്. തിരിച്ച് ഞാൻ വിമാനത്തിൽ വരുമ്പോൾ എനിക്ക് വണ്ടിയിലിരിക്കുമ്പോൾ തോന്നിയൊരു ചിന്തയാണ്, കർത്താവ് വരുമ്പോൾ നോർത്ത് ഇന്ത്യ എന്നില്ല, സൗത്ത് ഇന്ത്യ എന്നില്ല. നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് കൂടുതൽ വചനം അറിയില്ല എന്നെനിക്ക് അവിടുത്തെ യാത്രയിൽ മനസ്സിലായി. സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് കുറച്ച് വചനം അറിയാം എന്നെനിക്ക് നേരത്തെ അറിയാം. പക്ഷേ ഞാനിങ്ങനെ കുറേശ്ശെ ആൾക്കാരുടെ മുമ്പിൽ കുറേശ്ശെയായി പഠിപ്പിച്ചു കൊണ്ടുപോയാൽ എൻ്റെ പുരുഷായുസ് കൊണ്ട് എത്ര എത്തിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചൊരു ചിന്ത എനിക്കുണ്ടായി. കർത്താവ് മുകളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന വ്യത്യാസമില്ല എന്ന ചിന്ത എനിക്ക് വിമാനയാത്രയിൽ തോന്നിയാണ്. അതൊക്കെ എൻ്റെ ആദ്യത്തെ വിമാനയാത്രകളുമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന പോലത്തെ ചിന്തകളാണ് അവകൾ. ഇപ്പോൾ രണ്ട് ചിന്തയാണ് എനിക്ക് ആ യാത്രയിൽ എൻ്റെ മനസ്സിൽ കോറിയിട്ടത്. ഒന്ന്, ഈ കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും ഇല്ല, എല്ലാ ആൾക്കാരും ഒരുപോലെയാണെന്ന ചിന്ത. എല്ലാവരിലേക്കും പെട്ടെന്ന് സുവിശേഷം എത്തിക്കണം എന്നുള്ള ഒരു ത്വര. രണ്ട്, പ്രൊജക്ടറിൻ്റെ ഒരു സാധ്യത. ഇത് രണ്ടുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒരു പ്രൊജക്ടർ മേടിച്ചാൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് കാര്യം കൊണ്ടെത്തിക്കാൻ കഴിയും. അപ്പോൾ തന്നെ അങ്കിൾ പറഞ്ഞു, അതിന് എത്ര രൂപയാകും, ഞാൻ ആ പൈസ തരാം. അങ്ങനെ ആദ്യത്തെ പ്രൊജക്ടർ മേടിച്ചു. പക്ഷേ പ്രശ്നം, എനിക്ക് അന്ന് ഈ ഫോട്ടോസും കുറച്ച് വീഡിയോസും മാത്രമേ കാണിക്കാൻ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയൊന്നുമില്ല. പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുണ്ട്, തുടക്കം മുതൽ നിത്യത വരെ പഠിപ്പിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിനെക്കുറിച്ചും ഞാനിങ്ങനെ കൈയൊക്കെ കാണിച്ചും ചിലത് ചുമരിൽ അല്ലെങ്കിൽ ബോർഡിൽ വരച്ചുമൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അവകൾ അങ്ങനെയൊന്നും എനിക്ക് ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പവർ പോയിൻറ്റിൻ്റെ രംഗത്തേക്ക് പോകുന്നത്. പവർ പോയിൻറ്റിൻ്റെ രംഗത്തേക്ക് പോവുകയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തു. കർത്താവ് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നു എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് ഉപയോഗിക്കേണ്ടുന്ന ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാർക്ക് ഭൂമി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭൂമി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടും അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചും റിവോൾവ് ചെയ്യിപ്പിച്ചും ഒക്കെ കാണിക്കാനും അത്യാവശ്യം ചലിപ്പിക്കാനും എഴുതി കാണിക്കാനും സ്ലൈഡ്സ് ഉണ്ടാക്കാനും ആൾക്കാർക്ക് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ അവകൾ ഉണ്ടാക്കിയെടുക്കുവാനും ദൈവം എനിക്ക് തന്നെ ഭാഗ്യം തന്നു. അങ്ങനെ ഞാൻ തന്നെ ഇരുന്ന് കർത്താവ് എനിക്ക് തന്ന ബുദ്ധി അനുസരിച്ച് ഞാൻ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് ഫോട്ടോസ് കളക്ട് ചെയ്ത് അതിനെ ആവശ്യത്തിന് എഡിറ്റ് ചെയ്ത് അവകൾ ഭംഗിയായ നിലയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അങ്ങനെ പിൽക്കാലത്തെ എൻ്റെ കൺവെൻഷനുകൾ 7 ദിവസത്തെ കൺവെൻഷനുകളായി മാറി. എല്ലാവരും വിളിക്കുമ്പോൾ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. തിങ്കൾ മുതൽ ഞായർ വരെ 7 ദിവസത്തെ കൺവെൻഷൻ. നിത്യത മുതൽ നിത്യത വരെയാണ് എൻ്റെ ടോപ്പിക്. ആദ്യകാലങ്ങളിലൊക്കെ നിത്യത മുതൽ നിത്യത വരെയുള്ള ടോപ്പിക് 7 ദിവസം കൊണ്ട് എടുത്ത് തീർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കാലങ്ങൾ മുമ്പിലേക്ക് പോയപ്പോൾ കൂടുതൽ കളക്ഷൻ അതിലേക്ക് എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നപ്പോൾ, കൂടുതൽ ഇൻഫർമേഷൻസ് അതിനകത്ത് എനിക്ക് ഉൾപ്പെടുത്തേണ്ടതായി വന്നപ്പോൾ എനിക്ക് 7 ദിവസം തികയാതെ വന്നു. അങ്ങനെ ചിലയിടങ്ങളിൽ 1 7 പിന്നീട് 1 7 കൂടെ വിളിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും 21 ദിവസത്തെ അവരുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തന്നെ പൂർണ്ണമായി എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 21 ദിവസവും ഞാൻ ഈ വെളിപ്പാട് പുസ്തകം എറ്റേണിറ്റി ടു ഇറ്റേണിറ്റി എന്ന ടോപ്പിക്കിനകത്ത് നിന്നുകൊണ്ട് വേദപുസ്തകം മുഴുവനായി പഠിപ്പിച്ച് തീർക്കുവാൻ കർത്താവ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഇങ്ങനെ യാത്ര ചെയ്ത എല്ലാ ദേശങ്ങളിലും പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുവാനും പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി. ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ അതോടൊപ്പം ഈ പുസ്തകം ആൾക്കാരിൽ എത്തിക്കുവാനും അതവർക്ക് വചനം പഠിക്കുവാനുമൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പഠിപ്പിച്ചു വരുന്ന അവസരത്തിലാണ് ഉൽപ്പത്തി പുസ്തകം അടിസ്ഥാനമാക്കി പഠിപ്പിച്ചു വരുമ്പോൾ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതി അല്ല എന്ന ഒരാശയം എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടു വന്നു, അല്ലെങ്കിൽ മനസ്സിലായി വന്നു. ഞാൻ അതിനെ ഇങ്ങനെ പ്രസംഗിച്ചു. ഞാൻ ആദ്യമായി അത് വലിയ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് നെയ്യാറ്റിൻകര മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ്. ഞാനിത് സ്ട്രോങ് ആയി പ്രസംഗിച്ചു. യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതി അല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്.
അക്കാര്യം ഞാൻ പ്രസംഗിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന സ്ത്രീയുടെ സന്തതി യേശു അല്ല എന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ ഒരു പാസ്റ്റർ പിടിച്ചു നിർത്തി. അയാൾ എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഇത് പണ്ടേയുള്ള പ്രസംഗങ്ങൾക്കെതിരാണ്. ജോബി പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഇത് പ്രസംഗിക്കരുത്. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ആ ചിന്തയിൽ നിന്നാണ് അടുത്തൊരു പുസ്തകം എഴുതണം എന്നെനിക്കൊരു താല്പര്യമുടലെടുത്തത്. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. എന്താണ് ഇതിങ്ങനെ? പക്ഷേ ബൈബിൾ പറയുന്നു യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന്. സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ഗലാത്യർ 4:4 പറയുന്നു, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപം നിമിത്തം പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചു. ദെൻ ഇവിടെ എല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ്. വേദപുസ്തകത്തിൽ എവിടെയും യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി ഇകഴ്ത്തി കെട്ടുന്നില്ല. പിന്നെ എങ്ങനെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ കണ്ട സർപ്പത്തെ പിശാചായും അവിടെ കണ്ട സ്ത്രീയുടെ സന്തതിയെ യേശുക്രിസ്തുവായും വ്യാഖ്യാനിച്ചു എന്ന് തന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തി. പിന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശത്രുക്കൾ ഏറി വന്നു. ഞാൻ പഠിപ്പിക്കുന്നത് ദുരുപദേശമാണെന്ന് അവർ പറയാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, തെളിയിക്കൂ. ആരും തെളിയിക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഞാൻ പുസ്തകമെഴുത്ത് എന്ന നിലയിലേക്ക് നീങ്ങിയത്. ഞാൻ പറയുന്ന കാര്യത്തെ വസ്തുനിഷ്ഠമായി ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ പുസ്തകം എഴുതണമെന്ന് എനിക്ക് നിർബന്ധം തോന്നി. അങ്ങനെയാണ് യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ് രണ്ടാമതൊരു പുസ്തകത്തിന് ഞാൻ ജന്മം കൊടുക്കുന്നത്. ആ പുസ്തകം ഒരു വലിയ കോളിളക്കം വാസ്തവത്തിലുണ്ടാക്കി. ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം കോപ്പി ഒരു ദേവദാസൻ മേടിച്ചു കൊണ്ടുപോയി. അന്ന് അദ്ദേഹത്തിനൊരു പത്രമുണ്ട്. ഞാൻ അദ്ദേഹത്തെയോ പത്രത്തെയോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹം ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇതൊരു പുതിയ ആശയമാണ്, ഇതിനെ ആൾക്കാരുടെ അടുക്കലേക്ക് എത്തിക്കാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെ ഇതിലെ ചില പേജുകൾ പുറത്ത് വിട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വിട്ടോളാൻ പറഞ്ഞു. അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. പക്ഷേ അദ്ദേഹം പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് ദുരുപദേശമാണെന്ന ടൈറ്റിലിൽ തന്നെ പബ്ലിഷ് ചെയ്തു. അത് എനിക്ക് വേദന ഉണ്ടാക്കി. ഞാനന്ന് സൗദിയിൽ ഒരു കൺവെൻഷനായി പോവുകയാണ്. എന്നെ അവരവിടെ കൊണ്ടുചെന്ന് അവരുടെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ അവരുടെ ടീപ്പോയിൽ നോക്കുമ്പോൾ ടീപ്പോയിൽ കിടക്കുന്നത് ഈ പത്രമാണ്. ആ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ നൂറ്റാണ്ടുകളായി പ്രസംഗിച്ചു വരുന്ന പ്രസംഗത്തിന് എതിരെ ദുരുപദേശവുമായി പ്രഭാഷകൻ ജോബി ഹാൽവിൻ എന്ന ടൈറ്റിലോടുകൂടിയാണ് ആ പത്രം അദ്ദേഹം ഇറക്കിയത്. പിന്നീട് ചർച്ചയായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതല്ലല്ലോ നമ്മൾ തമ്മിൽ സംസാരിച്ചത്. പിന്നീട് ചർച്ചയായി. അത് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്കിട്ടു. അവസാനം സംവാദത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഏർപ്പാടിൽ തന്നെ സംവാദം വച്ചു. സംവാദത്തിൽ വന്നവർക്കാർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല യേശു സ്ത്രീയുടെ സന്തതിയാണെന്ന്. അവിടെയും എനിക്ക് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തെളിയിക്കുവാൻ കർത്താവ് അവസരം നൽകി. ഇങ്ങനെ 2 പുസ്തകങ്ങൾ ചമയ്ക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. ഇനിയും ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ കാലഘട്ടം അനുസരിച്ച് പുസ്തകങ്ങളെക്കാൾ അധികം എഫക്റ്റീവ്, ആൾക്കാർക്ക് എളുപ്പം കേൾക്കുന്നതാണ് എന്നതുകൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് തിരിഞ്ഞു. കൊറോണയുടെ കാലത്തിലാണ് യൂട്യൂബിലേക്ക് തിരിയുക. അങ്ങനെ യൂട്യൂബിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ഞാൻ യൂട്യൂബിലൂടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ക്ലാസ്സുകളായും പ്രസംഗങ്ങളായും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങൾ എഴുതാൻ ആഗ്രഹമുണ്ട്, പുസ്തകങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളും കയ്യിലുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് വായിക്കാൻ താല്പര്യം കുറവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിജിറ്റൽ റീഡിങ്ങിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ആൾക്കാർക്ക് വീഡിയോ പോലും ഇന്ന് 2x കേൾക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറി. കാരണം നമുക്ക് സമയം ഒട്ടുമില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ അതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ജനത്തിന് താല്പര്യമുള്ളൂ. വലിയ വീഡിയോസും ആൾക്കാർക്ക് താല്പര്യം കുറവാണ്, ഷോർട്സിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇറങ്ങിയതുകൊണ്ട് വരും കാല സംഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുവാനും കർത്താവ് തന്ന ആശയം അനുസരിച്ച് നന്നായി പഠിക്കുവാനും ആ പുസ്തകം ചമയ്ക്കുവാനും കർത്താവ് എനിക്ക് അവസരം നൽകി. അതുപോലെ തന്നെ കർത്താവിനെതിരെ ലോകം പറഞ്ഞു പരത്തുന്ന ദുരുപദേശത്തെ അതെന്താണെന്ന് കൃത്യമായി ഗ്രഹിക്കുവാനും അതിനെ ഖണ്ഡിക്കുവാനും ഒരു പുസ്തകം എഴുതുവാനും കർത്താവ് എന്നെ ഉപയോഗിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷവും ആനന്ദവുമുണ്ട്. അറിയപ്പെട്ട പെന്തക്കോസ്ത് കുടുംബത്തിലെ 3-ാം തലമുറക്കാരനായി ജനിച്ചതുകൊണ്ട് തന്നെ ആത്മീകമായ ഒരടിത്തറയിൽ വളർന്നു വരുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരുപദേശ സംഘടനകളിലൂടെ ഇങ്ങനെ വ്യാപരിക്കേണ്ട ഗതികേടും ഉണ്ടായില്ല. ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു. നല്ല പ്രായത്തിൽ തന്നെ ബൈബിൾ കോളേജിൽ പോകുവാനും നല്ല അധ്യാപകരാൽ പഠനം ലഭിക്കുവാനും ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ കീഴിൽ പഠിക്കുവാനും
നല്ല വിദ്യാലയങ്ങളിൽ പഠിക്കുവാനും കഴിഞ്ഞതുകൊണ്ടും നല്ല മാതാപിതാക്കളുടെ ശിഷ്യത്വം ലഭിച്ചതുകൊണ്ടും ഒക്കെ വചനത്തിൽ ഒരു താല്പര്യം എനിക്കുണ്ടായി. ദുരുപദേശങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റിയും ദൈവം എന്നിൽ തന്നെ തന്നു. അതൊരു വലിയ അനുഗ്രഹമായി. ഏതൊരു കാര്യം കേട്ടാലും അതിനെ ഒന്നുകൂടി പഠിക്കുവാനുള്ള ഒരു താല്പര്യം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് നിത്യത മുതൽ നിത്യത വരെ ഒരാശയം എൻ്റെ ഉള്ളിലേക്ക് തരുമ്പോൾ ഓരോ ഭാഗവും അതിൻ്റെ ആരംഭം എങ്ങനെയാണ്, ഉൽപ്പത്തി എങ്ങനെയാണ്, മോശൈക ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ്, അടുത്തു വരുന്ന ഇസ്രായേൽ എങ്ങനെയാണ്, അവരുടെ അടിമത്വങ്ങൾ എങ്ങനെയാണ്, യേശുക്രിസ്തു എങ്ങനെ വന്നു എന്നുള്ളവകളെക്കുറിച്ചെല്ലാം വളരെ സവിസ്തരം പഠിക്കാൻ അവസരം ലഭ്യമാകുന്നു. അതിനിടയിലുണ്ടാകുന്ന ചർച്ച് ഹിസ്റ്ററി, അതിനോട് ചേർന്ന് വരുന്ന പൗലോസിൻ്റെ ലേഖനങ്ങൾ, അതിനോട് ചേർന്ന് വരുന്ന വെളിപ്പാട് പുസ്തകം, ദെൻ റോമൻ കാത്തലിക് സഭയുടെ ആരംഭം, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഇതുവരെയുള്ള മുഴുവൻ സഭാചരിത്രവും ഒക്കെ ഒരു ത്രെഡിൽ ചേർത്ത മുത്തുകൾ പോലെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ ബ്ലെസ്സിങ്ങായി ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുരുപദേശങ്ങളുടെ വ്യാപനം എവിടെ നിന്നുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഗ്രഹിക്കാനുള്ള ഒരു കൃപയും കർത്താവ് നൽകി. ഈ വചനത്തിൻ്റെ ഓരോ പഠന ഭാഗങ്ങളും എന്നെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യം ഇത് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയതെങ്കിലും ഇസ്രായേലിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി അതിനുള്ള ബന്ധം വളരെ വലുതാണ്. ദൈവം ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ജനതയെ നേരെ ചൊവ്വേ ജീവിക്കാത്തത് കാരണം അവരെ ഉപേക്ഷിക്കുന്നത് നമ്മൾ കാണുന്നു. അവരെ കർത്താവ് ഒരുപാട് വട്ടം ചേർത്ത് അണയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴും വചനം അങ്ങനെ പറയുന്നത്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ എനിക്ക് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം മനസ്സായിരുന്നു. ഒരുപാട് വട്ടം വല്ലാത്ത ആഗ്രഹത്തോടു കൂടി ഇസ്രായേലിനെ അണയ്ക്കുവാൻ യഹോവയായ ദൈവം ഇറങ്ങി വരുമ്പോഴും ഇസ്രായേൽ ഒരിക്കലും കർത്താവ് പറയുന്നത് കേൾക്കാതെ പോകുന്നൊരു അവസ്ഥ നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ പഴയ നിയമത്തിൽ 6 അടിമത്തങ്ങളിലൂടെ പോകേണ്ടി വരുന്നത്. ഈ അടിമത്തങ്ങൾക്കൊടുവിൽ 400 കൊല്ലം മിണ്ടാതിരിക്കുന്നൊരു ചരിത്രം. അതിനുശേഷം കർത്താവ് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സംഭവം. ഇസ്രായേൽ യേശുവിനെ സ്വീകരിക്കാതെ വരുന്നു. കർത്താവ് മാലോകരായ നമ്മളെല്ലാവരെയും രക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കുന്നു. ഇവകളെക്കുറിച്ചുള്ള പഠനം എനിക്ക് വല്ലാത്ത ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉടലെടുപ്പിച്ചു. മാത്രവുമല്ല, ഇന്നിൻ്റെ സഭകൾ വെറുതെ ഒരു കൂട്ടായ്മകളായി പോകുന്നു എന്നും ജനത്തിന് കൃത്യമായി കാര്യം പറഞ്ഞ് ധാരണയിലെത്തിക്കുന്നില്ല, ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്ന് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നാട്ടിലുടനീളം നടന്ന് എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം പഠിപ്പിക്കുവാൻ ഞാൻ തീവ്ര ശ്രമം നടത്തി. അതുകൊണ്ടായിരിക്കാം കൊറോണയുടെ കാലത്തിൽ ഒരു ദിവസം പോലും എനിക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നില്ല. എല്ലാ ദിവസവും വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിലുള്ള 7 വൻകരകളിലൂടും സുവിശേഷം പറയാൻ അവസരം കിട്ടി. അതിനോട് ബന്ധപ്പെട്ടാണ് അന്നത്തെ സഹോദരന്മാർ ചേർന്ന് ഒരു യൂട്യൂബിനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി ഇന്നുണ്ടാകുന്ന സമകാലീന വിഷയങ്ങളടക്കം എനിക്ക് ലോകത്തോട് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കർത്താവ് നൽകിയിരിക്കുന്നു. ഞാൻ അതിനെ എപ്പോഴും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം ആഴത്തിൽ പഠിക്കണം, ഗ്രഹിക്കണം. വെളിപ്പാട് പുസ്തകം മാത്രം പോരാ, നിത്യത മുതൽ നിത്യത വരെയുള്ള അത്രയും ആശയങ്ങൾ കൂടുതൽ കൺജസ്റ്റഡ് ആകാത്ത രീതിയിൽ, കൂടുതൽ കൺഫ്യൂസ്ഡ് ആകാത്ത രീതിയിൽ നിങ്ങൾ പഠിക്കണം, ഗ്രഹിക്കണം. ഒറ്റപ്രാവശ്യം ബൈബിൾ വായിച്ചാൽ ആഴത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കണം. എങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത്? എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെ ദൈവം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കാൻ ആഗ്രഹിച്ചു. നമ്മളെ മക്കളാക്കി വെച്ചിരുന്നു. പക്ഷേ മക്കളെന്ന പൊസിഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. പിശാച് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ പദവി തിരിച്ചു തരാനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ പദവിയിലേക്ക് നമ്മൾ മടങ്ങുന്നില്ലെങ്കിൽ, ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നില്ലെങ്കിൽ, ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് വ്യർത്ഥമായി മാറുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് വ്യർത്ഥമായി മാറുകയാണ്. ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും മാനവകുലത്തിന് മുഴുവനായിട്ട് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം നമ്മളെ മക്കളാക്കി മാറ്റി നിത്യതയ്ക്ക് കൊണ്ടെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ന്യായവിധി അടക്കം വളരെ സവിസ്തരമായി ഈ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് വെളിപ്പാട് പുസ്തകം. അതിനെക്കുറിച്ചുള്ള വളരെ സംക്ഷിപ്തമായ വിവരണം വളരെ ഏതൊരു പാവപ്പെട്ടവർക്കും, ഞാൻ പറഞ്ഞത്
ഭയങ്കര ബുദ്ധിമാന്മാർ അല്ലാത്തവരെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ മൈൻഡുള്ളവർക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ദൈവം എനിക്ക് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു തന്നത്. അതിനെ അങ്ങനെ തന്നെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാനും ദൈവം അവസരം നൽകി. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ സർവ്വ മാനവും മഹത്വവും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.